ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം അത് ഞാൻ കാണിക്കും. കൂടാതെ കുറേ വേക്കൻസീസ് ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്ന വേക്കൻസീസ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം പേജും താഴെ ഞാൻ മെൻഷൻ ചെയ്യാം. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരുപാട് അപ്ഡേറ്റ്സിൻ്റെ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാം. ലൂയിസ് ആൻഡ് ഗ്രീൻവിച്ച് NHS ട്രസ്റ്റിൽ കറന്റ് വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ഔട്ട് പേഷ്യൻറ്റ് ബാങ്ക് 3. സോ ഇങ്ങനെ ഒരു പേജ് ഫസ്റ്റ് എടുത്തിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഈ ജോബ് ഓവർവ്യൂ വായിച്ച് നോക്കുക. പിന്നെ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ദ ജോബ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഇതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എവിടെയെങ്കിലും ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതിനുശേഷം ആവശ്യമുള്ളതാണ് ഈ പേഴ്സൺ സ്പെസിഫിക്കേഷൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, പേഴ്സൺ സ്പെസിഫിക്കേഷൻ. ഇതിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്, എക്സ്പീരിയൻസ് വർക്ക് ഇൻ NHS ചോദിച്ചിട്ടുണ്ട്. അത് ഡിസൈറബിൾ ക്രൈറ്റീരിയ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ് ആണ്. അതിന് താഴെയായിട്ട് ഒരു സെക്ഷൻ നഴ്സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഡിസൈറബിൾ ക്രൈറ്റീരിയ ഇംഗ്ലീഷ് മാത്സ് ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ നോക്കിയതിന് ശേഷം താഴെ നേരെ വന്നിട്ട് അപ്ലൈ. ഇതിൽ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർ യു കറന്റ് ആൻ എംപ്ലോയി ഓഫ് ലൂയിസ് ആൻഡ് ഗ്രീൻവിച്ച് NHS ട്രസ്റ്റ്. എംപ്ലോയി ആണെങ്കിൽ ആണെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുത്തുവിടാം. ഓക്കെ, ദെൻ അഗെയിൻ ആർ യു കറന്റ് ആൻ എംപ്ലോയി ഓഫ് എനി അതർ NHS ഓർഗനൈസേഷൻ, നോ എന്ന് തന്നെ കൊടുക്കാം. അതിന് താഴെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ UK അപ്ലൈ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കണം. നോക്കുക, ഗ്ലോബൽ ഹാവ് എ സ്റ്റുഡൻറ്റ് വിസ ആൻഡ് ഐ എം അപ്ലൈയിങ് ഫോർ ഫുൾ ടൈം. സ്റ്റുഡൻറ്റ് വിസയിലാണ്, ഫുൾ ടൈം അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അങ്ങനെ. പാർട്ട് ടൈം ഓർ ബാങ്ക് പൊസിഷൻ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ താഴെ. പിന്നെ ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുക, PSW നിൽക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ. പിന്നെ ഡിപ്പെൻഡൻറ്റിനാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർ സ്പൗസ് വിസ ഇല്ലാണെന്നുണ്ടെങ്കിൽ ഹാവ് എ ഡിപ്പെൻഡൻറ്റ് ഓർ സ്പൗസ് വിസ എന്നുള്ളത് കൊടുക്കുക. പിന്നെ അതല്ലാതെ UK പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഐ ഡു നോട്ട് ഹാവ് എ വിസ ഓർ റൈറ്റ് ടു വർക്ക് ഇൻ ദ UK. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ഓപ്ഷനാണ് അത്. പിന്നെ കറന്റ് NHS വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കിൽ വർക്കർ വിസയിൽ നിൽക്കുന്നവർക്ക് ഐ ഹാവ് എ സ്കിൽ വർക്കർ വിസ ആൻഡ് ദാറ്റ്സ് വാസ് സ്പോൺസർഡ് ഫോർ മീ ബൈ മൈ കറന്റ് എംപ്ലോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഓപ്ഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക, ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. യൂസ് ഓൺലൈൻ CV ഓർ റീസെൻറ്റ് ആപ്ലിക്കേഷൻ ഓർ ബ്ലാങ്ക്. സോ ഓൺലൈൻ CV ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് റീസെൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. സ്റ്റാർട്ടേഴ്സിനാണെങ്കിൽ ബ്ലാങ്ക് ഫോം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു റീസെൻറ്റ് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് സേവ് ചെയ്ത് പോവുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന റിലേഷൻഷിപ്സിൽ നോ കൊടുക്കുക. ബിക്കോസ് ഇഫ് യു ആർ റിലേറ്റഡ് ടു എ ഡയറക്ടർ ഓർ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് എ ഡയറക്ടർ ഓർ എംപ്ലോയി ഓഫ് ആൻ അപ്പോയിൻറ്റിംഗ് ഓർഗനൈസേഷൻ, അത് സേവ് ആൻഡ് നെക്സ്റ്റ്. ദെൻ ഇതിൽ ക്രിമിനൽ കൺവിക്ഷനെ കുറിച്ചിട്ടുള്ള നോ കൊടുക്കുക. ദെൻ ഇതിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയ, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് 10th +2 എന്നുള്ള ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് അവിടെ SSLC equivalent to GCSE level max or English whatever, and ഇംഗ്ലീഷ് കൊടുക്കാം, ആഡ് ചെയ്യാം. A level higher secondary അതാണ് നമ്മുടെ +2. ഇവിടെ അതിന് നമുക്ക് പറയുന്നത് A level higher secondary എന്നാണ്. സോ A level higher secondary. ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കൂടുതൽ ഓവർ ക്വാളിഫിക്കേഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ HCA റോളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ ക്വാളിഫിക്കേഷൻസ് കൊടുക്കാതിരിക്കുക. അഡ്മിൻ റോൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് അതിൽ എന്തൊക്കെയാണോ അവർ ചോദിക്കുന്നത് അത് മാക്സിമം ഈ ഏരിയസിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ഒരു കീവേഡ് നമുക്കിതിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പിക്ക് ചെയ്യാൻ ആപ്ലിക്കേഷൻസ് സിസ്റ്റം പിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്താ വേണ്ട, ജോബാണ് വേണ്ടത്. ജോബ് എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻസും ട്രെയിനിങ്സും സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ സിസ്റ്റം അത്
പിക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് ബാക്കി സെയിം കാര്യം തന്നെയാണ്. റിലവൻറ്റ് കോഴ്സസ് മീൻസ് NVQ ലെവൽ 2 ക്യാൻ സർട്ടിഫിക്കേഷൻ അതുള്ളവർക്ക് അത് കൊടുക്കാം. മീൻസ് അത് ഉള്ളത് മാത്രമല്ല, നമ്മുടെ പേഴ്സൺ സ്പെസിഫിക്കേഷനിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൊടുത്തിരിക്കുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൊടുത്തിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇല്ല എങ്കിൽ പോലും കൊടുക്കുക. ഇതിനിവിടെ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഇവിടെ റാൻഡമായിട്ട് ഞാൻ പിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇതുപോലുള്ള ട്രെയിനിങ്ങുകളുണ്ട്. നേരത്തെ മാനുവൽ ഹാൻഡ്ലിംഗ് ചെയ്തവർക്കുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അങ്ങനെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ട്രെയിനിങ്ങുകളുടെ. അപ്പോൾ ഇതെല്ലാം നമുക്കിതിൽ കൊടുക്കാം. മാക്സിമം എത്രയാണ് 7 കോഴ്സസ് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആപ്ലിക്കേഷനിൽ നോക്കി ചെയ്യുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് കൊടുക്കുക. ഇത് വേറൊന്നുമല്ല, മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡീസ്. സോ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് റിക്വയർഡ് ഫോർ ദിസ് പോസ്റ്റ്. ഞാൻ നോർമലി അതാ കൊടുക്കാറ്. ഇവിടെ എന്നെ കൊടുക്കുക. സേവ്. ഇവിടെ NHS ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണിത്. അതൊക്കെ ലീവ് ചെയ്യുക, സേവ് ചെയ്തിടുക. then എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി, എംപ്ലോയർ നെയിം, പ്രീവിയസ് എംപ്ലോയറിൻ്റെ നെയിം, അഡ്രസ്, പിന്നെ ജോബ് ടൈറ്റിൽ, സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, എൻഡ് ചെയ്ത ഡേറ്റ്. പിന്നെ ഇവിടെ ഒരു കാര്യം നീ ശ്രദ്ധിക്കേണ്ട, റീസൺ ഫോർ ലീവിങ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, റീസൺ ഫോർ ലീവിങ്. പിന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഈ റീസൺ ഫോർ ലീവിങ്ങിൻ്റെ കോളം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു റീസൺ കൊടുക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ ആപ്ലിക്കേഷൻ എഫക്റ്റ് ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതെ പോസിറ്റീവായിട്ടും പറയുക. ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ ഇന്ത്യയിൽ നിന്ന് UK വരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ജോലിയിൽ നിന്ന് ലീവ് ചെയ്തത് എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഈ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ഫസ്റ്റ് കോളം ഞാൻ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് കൊടുത്തത്. ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തു, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം അവിടുന്ന് ലീവ് ചെയ്തതിൻ്റെ കാരണം ഞാൻ UK വന്നത് കൊണ്ടാണെന്നുള്ള ഒരു റീസൺ കൂടി. അപ്പോൾ ആ റോളിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്, ഞാനൊരു കോവിഡ് വോളണ്ടിയറിൻ്റെ എക്സ്പീരിയൻസാണ് വെച്ചിരിക്കുന്നത്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ നെക്സ്റ്റ്, ഇത് ഞാൻ UK വർക്ക് ചെയ്ത കെയർ ഹോമിൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 or 3 ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് കൊടുക്കുക. അവിടുന്ന് ലീവ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ ഐ എം കറൻ്റ്ലി വർക്കിംഗ് ഹിയർ എന്ന് കൊടുക്കുക. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഗ്യാപ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എന്തെങ്കിലും ഗ്യാപ്സ് എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഒരു കോളം ആണിത്. സേവ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ, ഇവിടെയാണ് നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് കൊടുക്കേണ്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇതിൽ എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഞാൻ പേസ്റ്റ് ചെയ്തു. ഇതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നോടത്ത് ആവശ്യമുള്ളവർക്കെല്ലാം ഞാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതുപോലെ ഫസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയിട്ട് ഇതിലെവിടെയാണോ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഒരു ഏരിയ കണ്ടുപിടിച്ച്, ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ ആദ്യമേ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തത് ഓരോ കീവേഡ്സ് ആയിരിക്കണം. മീൻസ് നമുക്ക് ജോബിൽ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇവിടെ ഇതിൽ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് നല്ല നല്ല സ്കില്ലുകളും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം നോക്കി നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളത് എഡിറ്റ് ചെയ്യുക. മീൻസ് ഇവിടെ ചോദിക്കും പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് കെയർ സെക്ടറിങ്, ഈ ഒരു കാര്യം നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് പേഷ്യൻ്റ് അസസ്മെൻറ്റ്, ഒബ്സർവേഷൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓർ റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ് ടു ദ ഡോക്ടർ ഓർ നഴ്സ് അറ്റൻഡിംഗ് ദ ക്ലിനിക്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ആൻഡ് മെയിൻ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളവിടെ
വർക്കിന് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ സ്കില്ല് കൊടുക്കേണ്ട ആ ഒരു പോർഷനിൽ ഇത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ സിസ്റ്റത്തിന് പെട്ടെന്ന്, അത് കീവേഡ്സ് ആണ്, സിസ്റ്റത്തിന് പെട്ടെന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇൻ്റർവ്യൂ കോളുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കാവൂ. ഫർദർ ക്വസ്റ്റ്യൻസിൽ ആർ യു ഓർ ഹാവ് യു ബീൻ എംപ്ലോയ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ആർമി? നോ. ഇത് നോ എടുക്കുക. യു രജിസ്റ്റർ വിത്ത്, ഇതൊക്കെ ഓരോ ട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ചില ആപ്ലിക്കേഷനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണത്തില്ല. ഒരു പെർട്ടിക്കുലർ ട്രസ്റ്റിൽ ചില ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ആംഡ് ഫോഴ്സ് നോ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് മാർക്ക് സെക്ഷൻ ആസ് കംപ്ലീറ്റ്, അതും കൂടെ കൊടുത്തിട്ട് നെക്സ്റ്റ് പോർഷൻ റെഫറൻസ് ആണ്. റെഫറൻസിൽ ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് എംപ്ലോയറിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും, പിന്നെ ഡിസബിലിറ്റിയുടെ ചോദിക്കുന്നുണ്ട്. നോ. ഹൗ ഡിഡ് യു ലേൺ അബൌട്ട് ദിസ് വേക്കൻസി? സോ വേർ ഡിഡ് യു സീ ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദിസ് പോസ്റ്റ് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാനിവിടെ റാൻഡമായിട്ട് ട്രസ്റ്റിൻ്റെ ഇത് കൊടുക്കുകയാണ്. സേവ് ആൻഡ് നെക്സ്റ്റ്, എഗ്രി ചെയ്യുക, സേവ് കൊടുക്കുക. ഇതിന് കഴിഞ്ഞു. ഇത് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കൊടുക്കുമ്പം മാക്സിമം നമ്മൾ സമയമെടുത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും അപ്ലൈ ചെയ്യുക, മാക്സിമം ഇൻ്റർവ്യൂ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് ജോബിനൊക്കെ കയറുക. പിന്നെ അതുകൂടാതെ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ, താങ്ക് യു.